ഇത്രയും ക്രൗഡ്സിന് ഒരു ദിവസം നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു? ഇവിടെ ഇത്രയും വൈദ്യരിലേക്ക് എത്തണ്ടേ? ഇത്രയും പേര് എങ്ങനെ വൈദ്യരിലേക്ക് എത്തുന്നത്? ഈ മരുന്ന് ഏത് കണ്ടീഷനിൽ ഉണ്ടെങ്കോ ഫൈൽസ്, ഫിഷർ, ഫിസ്തുല നമ്മളെ ഈ ഒറ്റ ഒരു ഡോസ് മരുന്ന് കഴിച്ചാല് ആൾക്കാർക്ക് ആശ്വാസം ഉണ്ടാവും. അപ്പൊ എനിക്കത് 3 ദിവസം ആകുമ്പോ ബ്ലീഡിങ് ഉണ്ടല്ലോ, ബ്ലഡ് അത് കുറഞ്ഞു കിട്ടി. ഈ പച്ചമരുന്ന് അതുപോലെ ഇരിക്കണ്ട, ഈ ഇരിക്കുന്ന ഇത്ര അങ്ങാടി മരുന്നുകളും ചേർന്നിട്ടാണ് നമ്മൾ പെട്ടെന്ന് 3 ദിവസം കൊണ്ടുള്ള റിസൾട്ട് കിട്ടുന്ന പൈൽസിന് മരുന്ന് ഉണ്ടാക്കുന്നത്. രണ്ടാമത്തെ ദിവസം, മൂന്നാമത്തെ ദിവസം കൂടാതെ ഒരാഴ്ച മുമ്പ് ടോട്ടൽ നോർമലായി വരും. 20 ദിവസം മരുന്നില് ഇപ്പൊ ഒരു 75-90% മാറി. 3 തലമുറയായിട്ട് പകർന്നു കിട്ടിയ ഒരു പച്ചമരുന്ന് കൂട്ടാണ് കേട്ടോ ഈ പറയുന്ന നമ്മുടെ പൈൽസിനുള്ളത്. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് കർണാടകയിലാണ്. കർണാടക ഒരു ഹോസ്പിറ്റലിൽ നിങ്ങളെ പരിചയപ്പെടുത്താൻ വന്നതാണ്. ഈ കാണുന്ന ക്രൗഡ് എല്ലാം ഇവിടെ ഈ രോഗത്തിന് ട്രീറ്റ്മെന്റ് വന്ന സ്ഥലമാണ്. ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ കർണാടകയിലാണ്. ഇവിടുത്തെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ വെറും 3 days, 3 ദിവസം കൊണ്ട് എത്ര പഴക്കം ചെന്ന ഓപ്പറേഷൻ പറഞ്ഞ പൈൽസ് പോലും മാറ്റുന്ന ഒരു മരുന്ന് കൊടുക്കുന്ന സ്ഥലമാണ്. ഈ നിൽക്കുന്ന ക്രൗഡ് ഉണ്ടല്ല, ഈ ക്രൗഡ് ഫുൾ അതിന്റെയാണ്. അവിടെ പരിചയപ്പെടാം. ഇവിടെയൊക്കെ രജിസ്ട്രേഷൻ കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. യെസ്, ഇതാണ് നമ്മൾ തിരക്കുന്ന ആള്. നൗഫലെ, നമസ്കാരം. ആയിക്കോട്ടെ. ഇത്രയും ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്ത് അറിയാൻ പറ്റും. ഇത്രയും ക്രൗഡ്സിന് ഒരു ദിവസം നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു? ഇവിടെ ഇത്രയും വൈദ്യരിലേക്ക് എത്തണ്ടേ? ഇത്രയും പേര് എങ്ങനെ വൈദ്യരിലേക്ക് എത്തുന്നത്? അത് കുറെ ഡോക്ടേഴ്സ് ഉണ്ട് ഇവിടെ. കുറെ ഡോക്ടേഴ്സ് ഉണ്ട്. അവർ പ്രൈമറി കൺസൾട്ടേഷൻ നടത്തിയതിനു ശേഷം ഫിൽട്ടർ ചെയ്തിട്ട് പിന്നെ വൈദ്യര് എത്തുള്ളൂ. അതുകൊണ്ടാണ് മോർണിംഗ് ഈവനിങ് വരെ ഇങ്ങനെ ഉണ്ടാവും. ഇവിടെ നമ്മൾ ഒരു ചികിത്സ മാത്രമേ ഉള്ളൂ. ഇവിടെ എങ്ങനെ ഇവിടെ എന്തിനു വേണ്ടി പൈൽസിന് മാത്രമേ ട്രീറ്റ്മെന്റ് ഉള്ളൂ? മെയിൻ ആയിട്ട് പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് ആണ്. അതല്ലാണ്ട് പെയിൻ ഓയിൽ ഉണ്ട്, ബോഡി പെയിൻ ഓയിൽ ഉണ്ട്, ബാക്കി കുറെ. പക്ഷെ ഇതാണ് മെയിൻ, മെയിൻ ഫോക്കസ്. അത്രയും റിസൾട്ട് തരുന്ന ഒരു മരുന്നാണ് ഇവിടെ കൊടുക്കുന്നത്. ആദ്യത്തെ കോഴ്സ് മെഡിസിൻ, അതുകൊണ്ട് 3-ാമത്തെ ദിവസം റിസൾട്ട്, അതാണ് നമ്മൾ അഷ്യൂർ ചെയ്യുന്നത് അല്ലേ? 3-ാമത്തെ ദിവസം നിങ്ങൾക്ക് ഉണ്ടാകുന്ന പെയിന് പ്രശ്നങ്ങളെല്ലാം 3-ാമത്തെ ദിവസം മാറുന്നുള്ള ഗ്യാരണ്ടിയിൽ പോകുന്നൊരു ഹോസ്പിറ്റലാണിത്. നമ്മൾ ഇപ്പൊ ഇവിടെയാണ് ബേസിക് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. അതായത് ഇവിടുത്തെ കൺസൾട്ടേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നേരെ നമുക്ക് പോയ വൈദ്യരെ കാണാൻ പറ്റില്ലേ? വൈദ്യരെ കണ്ടല്ല? വൈദ്യര് എവിടെയാ? വൈദ്യര് ഇവിടെ ഇരിക്കും. ഇതാണ് കൺസൾട്ടിംഗ് റൂം. ഇതാണ് കൺസൾട്ടിംഗ് അല്ലേ? ആളുകൾ വെയിറ്റിംഗിലാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വൈദ്യര് സംസാരിക്കും. 29 വർഷം കൊണ്ട് ലക്ഷക്കണക്കിന് പൈൽസ് രോഗികള് ആ രോഗം ഭേദമായി കൊടുത്തതേ ആ മെഡിസിന്റെ കോമ്പിനേഷനാണ് ഈ ഇരിക്കുന്ന 4 സംഭവം അല്ലേ? ഇതെന്തൊക്കെയാ ഡോക്ടർ വൈദ്യര് സംഭവം? ഇതൊക്കെ ഇതെന്താണ് സംഭവം? ഇത് ഒരു 7 പച്ച മരുന്ന് കൊണ്ട് ഉണ്ടാക്കുന്ന എനിക്കത്തെ ഒരു ഫോർമുല ആണ്. അപ്പോ ഈ മരുന്ന് ഒരു ലേയം ഫോർമുല ഉണ്ട്. ഓ, ഇങ്ങനെയാണ് വരുന്നത് അല്ലേ? ഓക്കെ, ലേയം ഫോർമുല വരുന്നുണ്ട്. അപ്പോ ഈ മരുന്ന് ഏത് കണ്ടീഷനിൽ ഉണ്ടെങ്കോ ഫൈൽസ്, ഫിഷർ, ഫിസ്തുല, ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് സ്റ്റേജ് പറഞ്ഞാൽ ഏറ്റവും കേസാണ്. അപ്പൊ അത് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യൂ. ആദ്യത്തെ ഒരു പ്രാവശ്യം 2, 3, 4 ഓപ്പറേഷൻ ചെയ്തു വിടും. നമ്മളെ ഈ ഒറ്റ ഒരു ഡോസ് മരുന്ന് കഴിച്ചാല് ആൾക്കാർക്ക് ആശ്വാസം ഉണ്ടാവും. രണ്ടാമത്തെ ദിവസം, മൂന്നാമത്തെ ദിവസം കൂടാതെ ഒരാഴ്ച മുമ്പ് ടോട്ടൽ നോർമലായി വരും. അതിലേക്ക് സ്റ്റാർട്ടിങ് ഇത് 10 ദിവസത്തെ കോഴ്സാണ്. ഇത് 10 എണ്ണം അതിന്റെ അല്ലേ? ഇത് 10 എണ്ണല്ല, ഇതില് 30 പക്കറ്റ് ഉണ്ട്. അപ്പൊ ഇത് 10 ദിവസത്തിന്റെ കോഴ്സാണ്. അപ്പൊ ഒരു ദിവസം 3 എണ്ണം കഴിക്കണം. ഒരു ദിവസം കാലത്ത് വെറും പച്ച വയറ്റക്ക് 1 കഴിക്കാം. 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാം. ഉച്ചക്ക് 11 മണിക്ക് ഒരു മരുന്ന് കഴിക്കാം. 2 hours വിട്ടിട്ട് ലഞ്ച് ചെയ്യാം. തിരിച്ച് വൈകുന്നേരം ബിഫോർ ഡിന്നർ തിരിച്ച് ഒരെണ്ണം കഴിക്കാം. അപ്പൊ ദിവസത്തേക്ക് 3 പ്രാവശ്യം ഈ മരുന്ന് കഴിക്കേണ്ട എനിക്കത്തെ മരുന്നാണ്. ഇത് കൂടാതെ ഉള്ളതെന്ന് വെച്ചാൽ അടുത്തത് ഇത് ലിവോ കെയർ പറഞ്ഞിട്ട്. അപ്പൊ ഫിസ്റ്റുല രോഗികൾക്കാണ് ഇത് ഞങ്ങൾ കൊടുക്കുന്നത്. ഫിസ്റ്റുല രോഗികൾക്ക് ആദ്യത്തെ കോഴ്സ് ഇത് കൊടുക്കില്ല. നെക്സ്റ്റ് സമയം വന്നിട്ട് ഒരു 20% ഭേദമായിട്ടുണ്ട്, 30% ആയിട്ടുണ്ട്. അപ്പൊ നന്നായിട്ട് റിസൾട്ട് വരാൻ വേണ്ടി ഇത് അതിലേക്ക് ആഡ് ചെയ്തിട്ട് കൊടുക്കുന്നു, 2ാമത്തെ മെഡിസിൻ. അതുപോലെ ഇത് നമ്മൾ അതിനോടൊപ്പം ഉള്ള ഇത് ഓയിൽമെന്റ് ഇത് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യാനുള്ളത്, ഭാഗത്ത് അപ്ലൈ ചെയ്യാനുള്ളത് അല്ലേ? ഓക്കെ, ഇതാണ് നമ്മുടെ ഈ 3 സംഭവങ്ങളും കൂടി ചേർന്നതാണ് നമ്മുടെ ഈ പറയുന്ന കോഴ്സ്. ഇപ്പൊ നമ്മുടെ ഇവിടെ വന്നൊരു പേഷ്യന്റ് ആണ്. നമുക്ക് ചോദിക്കാം,
എങ്ങനെ അവസ്ഥ എന്താണ് ഇപ്പോഴത്തെ? ഇത് ഫസ്റ്റ് എനിക്ക് 4 വർഷം മുമ്പ് പൈൽസ് തുടങ്ങിയത്, ആ. പിസ്തുല എന്ന് പറഞ്ഞു. ഞാൻ മംഗലാപുരത്ത് പോയി, സിന്ന എന്ന് പറഞ്ഞ ഡോക്ടറിന്റെ അയാൾ ഓപ്പറേഷൻ ആക്കി പിന്നെ ഇത് ക്ലിയർ ആയിട്ട് പോകുന്നില്ല. അപ്പൊ കട്ടായിട്ട് പോകുന്നു, അങ്ങനെ വിരലെല്ലാം എടുക്കേണ്ടി വരുന്നു. പെയിൻ ഉണ്ടായിരുന്നോ? പെയിൻ ഫസ്റ്റ് ഉണ്ടായി, ഇപ്പൊ ഇല്ല. ഫസ്റ്റ് കല്ല് പെയിൻ ഉണ്ടായത്, പിന്നെ ഒരു ഇറച്ചി പുറത്ത് വന്നു, അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പം ഈ പേഷ്യന്റ് സംബന്ധിച്ച് എന്താണ് ഇഷ്യൂ, എന്താണ് ആക്ച്വലി? അയാൾക്ക് മൂലക്കുരുവിന്റെ പ്രശ്നം ഉണ്ടായി. അപ്പൊ മൂലക്കുരുവിന്റെ പ്രശ്നത്തിക്ക് അയാള് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. ഓപ്പറേഷൻ ചെയ്തതിലേക്ക് ശേഷമാണ് അയാൾക്ക് പ്രോബ്ലം കൂടിയിട്ടുണ്ട്. ഇപ്പൊ ഇവിടൊക്കെ ആരാ പറഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഞങ്ങള് അയാൾക്ക് 3 ദിവസത്തിന്റെ മരുന്ന് കൊടുത്തയക്കുന്നുണ്ട്. 3 ഡേയ്സേ കൊടുക്കുന്നുള്ളൂ. 3 ഡേയ്സേ കൊടുക്കുന്നുണ്ട്. ആ 3 ഡേയ്സിന്റെ മരുന്ന് കഴിച്ചിട്ട് അയാൾ ഇങ്ങോട്ട് വന്നോട്ടെ. അയാൾക്ക് ഏകദേശം ഒരു 30-40% അയാൾക്ക് ഭേദമായി കിട്ടും. അത് 100%. അയാൾക്ക് ഇപ്പൊ ഉള്ളത് കറക്റ്റായിട്ട് മലദ്വാരത്തിൽ മലം പാസ്സായി പോവില്ല. അവിടെ ഗട്ടി മാതിരി എന്ത് നല്ല ഹാർഡായിട്ടുണ്ടാവും. അപ്പോ ഇയാള് വിരലിട്ടിട്ട് ഇത് എന്ത് വലുതാക്കിയിട്ട് അയാൾ പുഷ് ചെയ്തിട്ട് അയാൾ ചെയ്യുന്നത്. ഈ 3 ദിവസം ഇയാൾ ഈ മരുന്ന് കഴിച്ചിട്ട് നന്നായിട്ട് വെള്ളം കഴിക്കണം. 100% അയാൾക്ക് ക്ലിയർ ആയിക്കോളും. 100% ഞങ്ങൾ ഇപ്പൊ തുടങ്ങിയിട്ട് ഏകദേശം 29 കൊല്ലം. ഈ 29 കൊല്ലത്തിൽ ഇപ്പൊ ഒരു കൊല്ലമായിട്ട് ഞങ്ങൾ ബാംഗ്ലൂർ ക്ലിനിക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ബാംഗ്ലൂരിൽ പല ടൈപ്പ് പേഷ്യന്റ് വന്നിട്ടുണ്ട്. ഏകദേശം 3500 കേസസ് ക്ലിയർ ആയിട്ടുണ്ട്. അതിന്റെ റെക്കോർഡ്സ് ഞങ്ങളെ കയ്യിൽ വെച്ചിട്ടുണ്ട്. എല്ലാ അപ്ഡേറ്റ് ആയിട്ട് ഞങ്ങൾ റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നമ്മള് എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് സർജറിയിലേക്ക് പോണം എന്ന് പറയുന്ന സമയത്താണ് പിന്നെ നമ്മുടെ ഈ സാൽമാറ നമ്മുടെ സംസുഖാന്റെ ഇവിടെ വന്ന് സംസാരിച്ചിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പൊ അദ്ദേഹം മറ്റ് പല ചികിത്സയും ചെയ്യാറുണ്ട്. അപ്പൊ ഇതിനെപ്പറ്റി അത് അദ്ദേഹത്തോട് ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നപ്പോ വളരെ കൂളായിട്ടാണ് അദ്ദേഹം എന്നോട് സംസാരിച്ചത്. ഞാൻ വന്ന ഈ സ്റ്റേജ് മാറി. അപ്പോ അദ്ദേഹം പറഞ്ഞൊരു 3 ദിവസം നിങ്ങൾ ഒന്ന് കഴിക്കൂ, 10 ദിവസത്തെ മരുന്ന് കൊണ്ടുപോയിട്ട് 3 ദിവസം കഴിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും റിസൾട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ വിട്ടേക്കെന്ന് പറഞ്ഞു. അപ്പൊ എനിക്കത് 3 ദിവസം ആകുമ്പോ ബ്ലീഡിങ് ഉണ്ടല്ലോ, ബ്ലഡ്, അത് കുറഞ്ഞു കിട്ടി. നല്ല ബ്ലീഡിംഗ് വന്ന അതെ കുറഞ്ഞു കിട്ടി. പിന്നെ ഓരോ ദിവസങ്ങൾ പോകുമ്പോഴും അതിന്റെ ആഴം കുറഞ്ഞുകൊണ്ട് വന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു 15 ദിവസത്തിൽ തന്നെ നല്ല ഇതായിട്ടുണ്ട്, പിന്നെ വീണ്ടും ഈ മരുന്ന് കഴിക്കണോ? അപ്പോ അത് ഇനി ഒരിക്കലും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ തൃപ്തിയാണ്. കോഴ്സ് കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു. 10-29 വർഷമായിട്ട് ജനങ്ങൾക്ക് കൊടുത്തു വരുന്നുണ്ട്. അപ്പൊ അതിന്റെ റിസൾട്ട് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. ഞങ്ങള് പേഷ്യന്റിന് മരുന്ന് കൊടുക്കുന്നുണ്ട്. ആ പേഷ്യന്റ് അടുത്ത ദിവസം വിളിച്ചിട്ട് പറയുന്നുണ്ട് ബ്ലീഡിങ് സ്റ്റോപ്പ് ആയിട്ടുണ്ട്, വേദന കുറഞ്ഞു കിട്ടിയിട്ടുണ്ട്, ആടെ ഇരിച്ചലുള്ള ഇത് കുറഞ്ഞിട്ടുണ്ട്, ചൊരിച്ചലുണ്ടെങ്കിൽ ഇത് കുറഞ്ഞിട്ടുണ്ടെന്ന് പേഷ്യന്റ് പറയുന്നുണ്ട്. 3 ഡേയ്സിൽ പറയുന്നുണ്ട്. ഈ 27 കൊല്ലമായിട്ട് ഞങ്ങൾ കൊടുക്കുന്ന സമയത്താണ് ഞങ്ങൾക്ക് ആ മെഡിസിനിൽ കോൺഫിഡൻസ് വന്നതാ. അത് അനുസരിച്ചിട്ട് ഞങ്ങൾ വന്ന പേഷ്യന്റ് പറയുന്നത് 3 ദിവസം നിങ്ങൾ കഴിച്ചിട്ട് അതിലേക്ക് ശേഷം നിങ്ങൾ ഇനി കോഴ്സ് ചെയ്യണോ വേണ്ടെന്ന് നിങ്ങൾ തീരുമാനിച്ചു പറയുന്നതാ. ഇതൊക്കെ അനുഭവസ്ഥരാണ്. ഈ അനുഭവസ്ഥര് പറഞ്ഞിട്ട് വന്നവരുടെ തിരക്കാണ് നമ്മൾ ഈ കാണുന്നത്. എപ്പോ നിങ്ങൾ വന്നാലും ഈ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ ഈ തിരക്ക. ഇവിടെ മാത്രമല്ല, നിങ്ങൾ ബാംഗ്ലൂർ പോയാലും ഇത് തിരക്ക് തന്നെ അല്ലേ? എവിടെ പോയ തിരക്ക്. കാരണം മരുന്ന് അതുപോലത്തെ റിസൾട്ടാണ്. ഇതും ഒരു കാസർഗോഡുകാരനാണ്. പേരെങ്ങനെയായിരുന്നു? രവിചന്ദ്രനും ഈ പറഞ്ഞ പോലെ ഏതുമായിട്ടാ, പൈൽസ് ആയിരുന്നു, ഫിസ്റ്റുല, ഏതാണ് ഇവിടെ വന്നത്? ഫിസ്റ്റുലായിട്ടാ വന്നത്. സ്റ്റേജ് എന്തായിരുന്നു? അത് സെക്കൻഡ്. അതായത് മറ്റേ ഇത് ഒരു കുരുവാണൊക്കെ വന്നു അല്ലേ? 20 ദിവസം മരുന്നില് ഇപ്പൊ ഒരു 75-90% മാറി. പിന്നെ കുറെ ഉണ്ട്. അവരെല്ലാരും കന്നഡയും അതുപോലെ തന്നെ ഹിന്ദിയും തമിഴും ഒക്കെ സംസാരിക്കുന്നത്. എനിക്ക് ഈ ഭാഷ ഒന്നും അറിയാൻ പറ്റുന്ന മലയാളികളെ തേടിപ്പിടിച്ച് നിങ്ങൾ കൊണ്ടുണ്ട്. ഇതുണ്ടല്ല ഈ പച്ചമരുന്ന് അതുപോലെ ഇരിക്കണ്ട, ഈ ഇരിക്കുന്ന ഇത്ര അങ്ങാടി മരുന്നുകളും ചേർന്നിട്ടാണ് നമ്മൾ പെട്ടെന്ന് 3 ദിവസം കൊണ്ടുള്ള റിസൾട്ട് കിട്ടുന്ന പൈൽസിന് മരുന്ന് ഉണ്ടാക്കുന്നത് അല്ല വൈദ്യരെ? നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ സാധനക്കടി ഇതെല്ലാം സാധനം എല്ലാം ചേർത്തിട്ട് ഇട്ടിട്ട് അരച്ചിട്ട് അതിലേക്ക് ശേഷം ഈ മാതിരി റെഡിയായി വരൂ. അതിലേക്ക് ശേഷമാണ്
ഇവർ ഈ ടൈപ്പ് ചെയ്തിട്ട് പാക്കിംഗ് ചെയ്തിട്ട് പുറത്ത് വരുന്നതാണ്. കണ്ട ഈ സംഭവം ഈ പറയുന്ന നമ്മളിപ്പോ വൈദ്യുതി കാണിച്ച ഈ അരച്ചെടുത്ത ഈ മരുന്നുണ്ടല്ല, ഈ മരുന്നാണതേ ഇതേപോലെ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുന്നത്. ഇത് 3 എണ്ണമാണ് ഒരു ദിവസം കഴിക്കേണ്ടിയായ മരുന്നാണ്. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ റിസൾട്ട് അല്ലേ? ഇത് 100% റിസൾട്ട് കൊടുക്കുന്നത് ഇത് ഒറ്റ മരുന്നാണ്. ഒറ്റ മരുന്നാണ്. ഒറ്റ മരുന്നാണ്. ഇതിന് ഒരു ഡോസ് കഴിച്ചാൽ ആ സമയം കൊണ്ട് അവർക്ക് ഇതിന്റെ ഭേദമായി വരും. ഈ മരുന്നാണ് ഈ വിപ്ലവമായ റിസൾട്ട് ഉണ്ടാക്കി തരുന്ന കാര്യങ്ങൾ. ഇതേപോലെ ചെറിയ ചെറിയ ബൗൾസുകളാക്കിയിട്ടാണ് എടുക്കുന്നത്. ഈ സാധനമാണ് തിരിച്ച് നമ്മൾ നേരത്തെ കണ്ടവരുണ്ടാ ഇതേപോലെ പാക്ക് ചെയ്ത് വരുന്നുണ്ട്. നമ്മൾ ആയുർവേദ ഹോസ്പിറ്റലോ ആയുർവേദ മെഡിസിനോ ചോദിക്കുമ്പോൾ ആദ്യം ചോദിക്കുന്നത് ഇതിനൊക്കെ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നുള്ളത്. നോക്കിയേ, ഇതെല്ലാം അതിനുള്ള സർട്ടിഫിക്കറ്റ് ആണ്. ഇതിനകത്ത് നമ്മൾ എപ്പോഴും ചോദിക്കുന്ന കമന്റ് ബോക്സിൽ വരുന്ന കമന്റ് ആണ് GMP സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ഈ GMP സർട്ടിഫിക്കറ്റ്, ഇത് ക്ലിനിക്ക് നടത്താനുള്ള ഈ കർണാടക ഗവൺമെന്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, അങ്ങനെ ഒരുവിധം എല്ലാ സർട്ടിഫിക്കറ്റ് ഉണ്ട്. നമ്മുടെ ആളെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇങ്ങോട്ട് നോക്കിയാൽ മതി. ഇവിടെ അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള എല്ലാ അവാർഡും കിട്ടിയ ഒരു വൈദ്യനാണ് നമ്മുടെ ഡോക്ടർ. അതുകൊണ്ട് 29 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഈ അവാർഡിലൊക്കെ തേടാൻ കാരണം. ഇത് ഞാൻ നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത് അടുത്ത ഒരു സ്ഥലത്തേക്ക് ഞാൻ പോകുമ്പോഴാണ്. എറണാകുളത്തുള്ള ഇവരുടെ പുതിയ ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് വരികയാണ്. കാരണം ഈ റിസൾട്ട് ഇവിടെ കർണാടക മാത്രം കിട്ടിയാൽ പോരാ, നമുക്ക് മലയാളിക്കും കിട്ടണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞാൻ അത് കാണിച്ചത്. നമുക്ക് അവിടെ തുടങ്ങാം. അപ്പൊ നമ്മള് കർണാടകത്തിൽ നിന്ന് കൊച്ചിയിലെത്തി. സ്ഥലം എവിടെയാണ്? സാൽമറയുടെ കൊച്ചിയില ഈ പറഞ്ഞ ആയുർവേദ ക്ലിനിക്കിലാണ് നിൽക്കുന്നത്. നമുക്ക് നേരെ അകത്തേക്ക് പോകാം. നമ്മൾ കൊച്ചിയിൽ വന്നാലും നമ്മുടെ ഇവിടെയും നമ്മുടെ ഡോക്ടർ ഉണ്ട്. ഇവിടെ നമ്മുടെ കൺസൾട്ടേഷൻ ഉണ്ടല്ലോ, ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾ ഇവിടെയും രോഗി വന്നാൽ നമ്മൾ അത് നോക്കിയിട്ട് എന്താണ് സ്റ്റേജ് എന്ന് പഠിച്ച ശേഷം നമ്മൾ മരുന്ന് കൊടുക്കും അല്ലേ? അതെ, നമ്മളിവിടെ ഫസ്റ്റ് പേഷ്യന്റ് വരുമ്പോ ആളുടെ ഹിസ്റ്ററി എടുക്കും. ആളെ നമ്മൾ എക്സാമിനേഷൻ ചെയ്യും. കാരണം പൈൽസ് ആണോ ഫിഷർ ആണോ ഫിസ്റ്റുല ആണോ എന്ന് അത് ഡയഗ്നോസ് ചെയ്തതിനു ശേഷം നമ്മൾ അതിനുശേഷം മെഡിസിൻസ് കൊടുക്കും. പൈൽസ്, ഫിസ്റ്റുല, അതുപോലെ ഫിഷർ ഇതുവഴി ഉണ്ടാകുന്ന നമുക്ക് ബുദ്ധിമുട്ടുകൾ അറിയാം. അതായത് ഒന്ന് നമുക്ക് ഇതേപോലെ ഭയങ്കര പെയിൻ ആകും, ബ്ലഡ് വരുന്ന അവസ്ഥയുണ്ട്, വെള്ളപ്പോക്കിന്റെ അവസ്ഥയുണ്ട്, അതുപോലെ ബാത്റൂമിൽ പോയി തിരിച്ചു വന്നാൽ ഭയങ്കര ഞെരിച്ചിലും വേദനയുള്ള അവസ്ഥയുണ്ട്. ഇതിനെല്ലാത്തിനും നിങ്ങൾക്ക് 3 ദിവസം, അത് ഓപ്പറേഷൻ വന്ന കേസിലാണെങ്കിൽ പോലും 3 ദിവസം കൊണ്ട് ഒരു നിയന്ത്രണത്തിൽ എത്താൻ കഴിയും എന്നുള്ളതാണ്. 30 ദിവസം നിങ്ങൾ കോഴ്സ് എടുക്കുക. അത് മൊത്തം 3 മാസത്തെ കോഴ്സ് കൊണ്ട് പൂർണ്ണമായിട്ടും അല്ലെ, നമുക്ക് സർജറിയോ ഒന്നും വേണ്ട, ഒരു ലേസർ ട്രീറ്റ്മെന്റ് ഒന്നും ആവശ്യമില്ല, നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുമെന്നാണ് ഇവർ പറയുന്നത്. അപ്പം എന്താ ചെയ്യേണ്ടത്? ഈ താഴെ നമ്പർ കോൺടാക്ട് ചെയ്യുക, ഇങ്ങോട്ടേക്ക് വരിക, പൈൽസിനോട് ഗുഡ് ബൈ പറയുക.